നമസ്കാരം. ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം. ഇന്ന് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്ന അതിഥി ഈ ആഴ്ച റിലീസിനെത്തിയ ബ്രഹ്മാണ്ഡ ചിത്രം വിജയ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്ത തെരി എന്ന ചിത്രത്തിലെ ഒരു പ്രധാന വേഷത്തിൽ ചെയ്ത മലയാളിയായ ബാസ്റ്റിനാണ്. ബിനീഷ് ബാസ്റ്റിനെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. വിജയുടെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ചിത്രമാണ് തെരി. വിജയുടെ എല്ലാ ചിത്രങ്ങളും ഒരു ഉത്സവമാണ് മലയാളികൾക്ക്, അല്ലേ? അപ്പോൾ ഈ ഒരു ചിത്രം വരുന്ന പ്രതീക്ഷയിൽ തന്നെ ഒരു മലയാളി ഒരു നടൻ കൂടി അതിലൊരു ആ സ്ക്രീൻ സ്പേസ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. ബാസ്റ്റിനൊരു നല്ലൊരു കഥാപാത്രം വിജയോടൊപ്പം ചെയ്യാൻ പറ്റി. വളരെ സന്തോഷമുള്ള കാര്യമാണ് മലയാളികൾക്ക്, അല്ലേ? ഇപ്പോൾ സിനിമാ പ്രേമികൾക്കും. ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ ഒരു അനുഭവം, വിജയ് ചിത്രത്തിൽ അഭിനയിച്ചതിനെ കുറിച്ച്. ഞാൻ ഇതിക്ക് മുമ്പും ഒരുപാട് മലയാളം പടത്തിൽ ഗുണ്ടയായിട്ടും വില്ലൻ്റെ സഹായമായിട്ടൊക്കെ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്. വിജയുടെ പടത്തിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഭയങ്കര ഒരു ഫീഡ്ബാക്ക് കിട്ടിയത്. ജനങ്ങളുടെ ഇടയിൽ നിന്നാണെങ്കിലും ഡയറക്ടേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും. ഇതുവരെ സിനിമ അഭിനയിച്ച പോലെയല്ല, വിജയുടെ പടം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞ് ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞ ശേഷം അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണത്. ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. ഇങ്ങനെയൊക്കെ ഒരു ഇതിൽ എത്തിച്ചേരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എൻ്റെ ജീവിതത്തിൽ. ഇവർ നല്ലൊരു ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നുപോയത്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങൾ. ബിനീഷ് ബാസ്റ്റിൻ എന്ന മലയാളിയായ നടനെ എങ്ങനെയാണ് തെറിയിലേക്ക് കൊണ്ടെത്തിച്ചത്? തെറിയിൽ കേരള പോർഷനുണ്ട് പടത്തിൽ, സിനിമ കണ്ടവർക്കറിയാം. അപ്പോൾ കേരളത്തിലൊരു വില്ലനെ വേണം അവർക്ക്. അപ്പോൾ ആറ്റ്ലി സാറ് ഒരു വില്ലനെ തേടുന്നുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒട്ടുമിക്ക വില്ലന്മാരെ അവർ നോക്കിയായിരുന്നു ഈ വേഷത്തിന് വേണ്ടി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം അവിടെ ഒരു കാസ്റ്റിംഗ് കമ്പനി ഉണ്ട്, മീഡിയ സ്ക്രീൻ ടച്ച് എന്ന് പറഞ്ഞു, ചെന്നൈയിൽ. അതിലേക്ക് എൻ്റെ ഫോട്ടോ വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഫോട്ടോയും ഒരുപാട് ഫോട്ടോസ് കാണുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഫോട്ടോ കണ്ടു ആറ്റ്ലി സാറ്. അപ്പോൾ ആറ്റ്ലി സാറിന് ഒരു മനസ്സിലൊരു ഫിഗറുണ്ട് ആ പടത്തിൽ, ആ വില്ലന്. ആ ഫിഗർ എൻ്റെ ഫേസിൽ കണ്ടെത്തി, ആ ഫോട്ടോയിൽ കണ്ടെത്തി. അങ്ങനെ വിജയ് സാറിൻ്റെ ഫോട്ടോ കാണിച്ച്. അപ്പോൾ കേരളത്തിൽ കൊച്ചിയിലാണ് ഞാൻ താമസിക്കുന്നത് മീഡിയ സ്ക്രീൻ ടച്ച് പറഞ്ഞ്. അങ്ങനെ ആറ്റ്ലി സാറ് എന്നെ വിളിക്കാൻ പറഞ്ഞ് അങ്ങനെ വിളിപ്പിച്ച്. അപ്പോൾ എന്തെങ്കിലും മലയാളത്തിൽ ആക്ട് ചെയ്ത എന്തെങ്കിലും വീഡിയോ എക്സ്പീരിയൻസ്, വിജയ് സാറിൻ്റെ കൂടെയുള്ള സീനായതുകൊണ്ട് ഞാൻ ലാലേട്ടൻ്റെ കൂടെ ഏഞ്ചൽ ജോണിൽ നല്ലൊരു രംഗം ചെയ്തിട്ടുണ്ട്. അതും പിന്നെ അടുത്തിറങ്ങിയ കാട്ടുമാക്കാല് പ്രൊമോ സോങ്, അതിലെ നായകനാണ് ഞാൻ. അപ്പോൾ അത് രണ്ടുമാണ് ആറ്റ്ലി സാറ് എൻ്റെ വീഡിയോ ഞാൻ വാട്സാപ്പ് ചെയ്ത് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ചെന്നൈയിലേക്ക് വണ്ടി കയറിക്കൊള്ളാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ വിജയ് സാറിനെ ആറ്റ്ലി സാറിനെയൊക്കെ ആദ്യമായിട്ട് കാണണം അവിടെ ചെന്നപ്പോൾ. അപ്പോൾ ഇങ്ങനെ ആറ്റ്ലി സാർ എന്നോട് പറഞ്ഞ് ഇങ്ങനെ വിജയ് കോമ്പിനേഷനാണ്, പ്രേം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് കേരളത്തിൽ പറഞ്ഞാൽ. മലയാളി തമിഴ് സംസാരിക്കുന്നത് ചൊവ്വ വേണം, അപ്പോൾ ഒരിക്കലും ഭയം ഉണ്ടാകാൻ പാടില്ല, നന്നായിട്ട് ചെയ്യണം, ത്രൂ ഔട്ടുള്ള വേഷമാണ്. അപ്പോൾ ഞാൻ പടം ഇപ്പോൾ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുടെ കൂടെയൊക്കെ ചെയ്യണ കാരണം ഞാൻ എനിക്ക് പേടിയൊന്നുമില്ല, നന്നായിട്ട് ചെയ്യാം സാറെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് സിനിമയിലേക്ക് ഒരു എൻട്രി. പൊതുവേ ഈ വിജയ് ചിത്രം എന്ന് പറഞ്ഞാൽ മലയാളികൾക്കെന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ആഘോഷമാണ്. അതിലൊരു സ്ക്രീൻ സ്പേസ് ചെയ്യാൻ പറ്റുക എന്നുള്ള വളരെ ഒരു മൂല്യവർത്തായ ഒരു കാര്യമാണ്. അപ്പം ബിനീഷ് ബാസ്റ്റിന് നടന്നത് ലഭിച്ചിരിക്കുകയാണ്. ശരിക്കും വിജയായിട്ടുള്ള കോമ്പിനേഷൻ സീൻസിൽ പേടിയില്ല എന്ന് പറഞ്ഞു, സൂപ്പർ താരങ്ങളോടൊക്കെ അഭിനയിച്ചു. എങ്കിലും തമിഴരും മലയാളികളും ഒക്കെ ഒരുപോലെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ നിന്ന് ഡയലോഗ് പറഞ്ഞപ്പോൾ ആ ഒരു ഫീലിംഗ്. ഫസ്റ്റ് ഡയലോഗ് വിജയ് സാറ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നതാണ്. അപ്പോൾ തിരിച്ചൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗ് പറഞ്ഞപ്പോൾ എനിക്ക് പേടി വന്നു പെട്ടെന്ന്. ആ ഡയലോഗ് ടേക്ക് ശരിയായില്ല. അപ്പോൾ ആറ്റ്ലി സാർ കട്ട് പറഞ്ഞ് ക്രൂ എല്ലാം സ്തംഭിച്ചിരിക്കണേ ഇങ്ങനെ. അപ്പോൾ വിജയ് സാർ തന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞ്, ബാസ്റ്റിൻ ആക്ടർ വിജയായിട്ട് കാണരുത് ഒരിക്കലും. അത് നമ്മൾ ക്യാരക്ടർ ജോസഫ് കുരുവിള ക്യാരക്ടർ വിജയ് സാറ്, ബാസ്റ്റിൻ പ്രേം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ അതായിട്ട് ബിഹേവ് ചെയ്യാൻ പറയും, ക്യാരക്ടർ ബേസിൽ ബിഹേവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ ഓൾറെഡി എനിക്ക് അങ്ങനെ ബിഹേവ് ചെയ്ത് മതിയെന്ന് അറിയാമായിരുന്നു, കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും വിജയ് സാറ് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടി പിന്നെ അഭിനയിക്കാൻ വേണ്ടി. പിന്നെ ഉള്ള സീൻസുകളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. വിജയ് സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ആറ്റ്ലി സാറ് അതിൽ കൂടുതലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. ഭയങ്കര സന്തോഷം ഈ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയത്. ഈ തെരി എന്ന ചിത്രം വിഷുനാളിൽ പ്രദർശനത്തിനെത്തി. ഒരു 200ഓളം തിയേറ്ററുകൾ കേരളത്തിലാകമാനം വന്നു. ഒരു ജില്ലയിൽ തന്നെ 7 തിയേറ്ററുകൾ കളിക്കുന്നുണ്ട്. അപ്പോഴേ ഏത് സ്ഥലത്ത് വെച്ചാണ് ഈ ഷോ കണ്ടത്? പ്രേക്ഷകരുടെ പ്രതികരണം ഇത്തരത്തിൽ ലഭിച്ചു? ഞാൻ ശരിക്കും പറഞ്ഞാൽ ആറ്റ്ലി സാറിനെക്കാളും കൂടുതൽ ടെൻഷനായിരുന്നു പടത്തിൽ. എന്നെ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ മീഡിയാസ് ആണെങ്കിലും പേപ്പറിലൊക്കെ ആണെങ്കിലും ഭയങ്കര വാർത്തയാണ് എന്നെക്കുറിച്ച് വരുന്നത്. അപ്പോൾ അവർ ശരിക്കും വിളിച്ച് ചോദിച്ചിട്ടാണ്, അവിടുത്തെ പ്രൊഡക്ഷൻ കമ്പനിയെ വിളിച്ച് ചോദിച്ചിട്ടാണ് വാർത്ത ഇട്ടത്. എന്നാലും എനിക്ക് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു, എൻ്റെ സീൻ പോലെ കട്ട് ചെയ്ത് പോകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് തലേദിവസം ഉറങ്ങിയിട്ടില്ല.
ഫസ്റ്റ് ഷോ മലേഷ്യയിൽ നടന്നു. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട് മലേഷ്യയിൽ. ഷോ കണ്ടിട്ട് ഫസ്റ്റ് ദിവസം തന്നെ ഫസ്റ്റ് ആ 12 മണിക്ക് ഷോ ഉണ്ടായിരുന്നു, വെളുപ്പിന് 12 മണിക്ക്. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ബാസ്റ്റിൻ നന്നായിട്ടുണ്ട്, പടം സൂപ്പർ ഹിറ്റാണ്, ബാസ്റ്റിൻ്റെ സീൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഫസ്റ്റ് ഷോ കണ്ടത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ 6 മണിക്ക് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കാറുമായിട്ട് വന്നു വിജയ് ഫാൻസ്. ആലപ്പുഴയിൽ ഫസ്റ്റ് ഷോ ഉണ്ട്. ഭയങ്കര ആഘോഷമായിരുന്നു. ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് അതൊക്കെ. ഞാൻ വിജയ് സാറിനെ കാണിക്കുമ്പോൾ ഭയങ്കര കയ്യടിയും മേളവും. പിന്നെ ഞാൻ സ്ക്രീനിൽ വരാൻ നേരത്തും ആ വിജയ് സാറിനെ എത്ര കയ്യടി കൊടുത്തോ അത്രയും കയ്യടി തന്നെ മലയാളി സാന്നിധ്യം എന്നുള്ള രീതിയിൽ എന്നെ ഭയങ്കര ക്ലാപ്പും എന്നെ പൊക്കിക്കൊണ്ടൊക്കെ കിടന്നു അവിടെ. ഇതെന്തോ ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം ഇങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കും, വിജയ് സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതും ഇത്രയും വലിയ ബ്രഹ്മാണ്ഡ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയതും. ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഓർത്തില്ല ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന്. എന്താണെന്ന് അറിയാൻ പറ്റില്ല, എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബാസ്റ്റിനെ സംബന്ധിച്ച് തെരി ഒരു വഴിത്തിരിവ് തന്നെയാണ് സിനിമാ ജീവിതം. അതിനു മുമ്പേ കാട്ടുമാക്കാൻ, ആക്ഷൻ ഹീറോ ബിജു, അങ്ങനെ തുടങ്ങിയ ധാരാളം ചിത്രങ്ങളിൽ ഏഞ്ചൽ ജോൺ ചെയ്തു എന്ന് പറഞ്ഞ് പാവാട ചെയ്തു. ഒരു വില്ലൻ ഗുണ്ടായിസം നടത്തുന്ന ഒരു സ്റ്റണ്ട് സീൻ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നടനെ തെരിയിലേക്ക് എത്തിച്ചു. അപ്പോൾ ജനങ്ങളുടെ ആ തിരിച്ചറിവ് ഈ തെരി റിലീസായതിനു ശേഷം എത്തരത്തിലുള്ള പ്രതികരണമാണ് നേരിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓഡിയൻസിൻ്റെ? എന്നിൽ നിന്ന് എൻ്റെ ഒരു ഫിഗറാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു താടി വ്യത്യസ്തമായിട്ടുള്ള ഗെറ്റപ്പ് ആയതുകൊണ്ട് എന്നെ സ്ക്രീനിൽ വന്നാൽ ശ്രദ്ധിക്കും ആൾക്കാർ. ഒരു ഡയലോഗ് ഇല്ലെങ്കിലാണെങ്കിലും ഞാൻ രജിസ്റ്ററാണ് പടത്തിൽ. അപ്പോൾ എന്നിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ മലയാളികൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. ഇത്ര നാൾ പടം ചെയ്തിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ എന്നെ പരീക്ഷിച്ചത് ആറ്റ്ലി സാറാണ്. ഒരു ക്യാരക്ടർ തന്നു, എനിക്കത് അത്യാവശ്യം ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റി. പിന്നെ ഈ മലയാളത്തിൽ എന്നെ ശരിക്കും യൂസ് ചെയ്തിട്ടില്ല ആരും. എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും സിനിമയിലൊരു സ്വഭാവമുണ്ട്. നമ്മൾ ആദ്യം പോലീസായിട്ട് ഒരാൾ അഭിനയിച്ചാൽ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അതുപോലെ ഞാൻ ഗുണ്ടയായിട്ടൊക്കെ അഭിനയിച്ച കാരണം എൻ്റെ ലുക്ക് ബേസ് അങ്ങനെ. അപ്പം അയാൾ ഗുണ്ടമായിട്ട് തന്നെ അഭിനയിച്ചാൽ മതി എന്നുള്ള ഇതായിരുന്നു. അപ്പോൾ ഈ അടുത്തിടക്കാണ് എനിക്ക് ക്യാരക്ടറിലേക്ക് കിടക്കാൻ പറ്റിയത്. എനിക്ക് പേരുള്ള ക്യാരക്ടറിൻ്റെ ഡയലോഗ്സൊക്കെ കിട്ടാൻ തുടങ്ങി ഈ അടുത്ത കാലം 2 വർഷം കൊണ്ടാണ്. അപ്പോൾ ഇനി വരുന്ന ഇപ്പോൾ കമ്മിറ്റ് ചെയ്ത പടങ്ങളെല്ലാം ക്യാരക്ടറായിട്ടുള്ള പടങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളും അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്യണം. ജനങ്ങൾ എന്നെ ഇനി പ്രതീക്ഷിക്കുന്നു. തെറിയാൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന തെറിയുടെ ലൊക്കേഷൻ വേളകളിൽ ഈ ഒരു ബാസ്റ്റിൻ്റെ രൂപം ഗുണം ചെയ്തോ ദോഷം ചെയ്തോ? ശരിക്കും ആറ്റ്ലി സാറിന് ഭയങ്കരമായിട്ടും ഗുണം ചെയ്ത്. എൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വിജയ് സാറിന് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടായിരുന്നു അതിൽ. വിജയുടെ മകളായിട്ട് അഭിനയിക്കുന്ന മീനയുടെ കുട്ടി. ഞാൻ ശരിക്കും അതൊരു രസകരമായിട്ടുള്ളൊരു കഥയാണ്. ഞാൻ എൻ്റെ സിനിമ കണ്ടവർക്കറിയാം. ഞാനും എമി ജാക്സണും എൻ്റെ ഇൻട്രൊഡക്ഷൻ സീനാണ്. കൊച്ചും വിജയുടെ കൊച്ചും കൂടിയുള്ള ഒരു സീനാണ്, കോമ്പിനേഷൻ സീനാണ്. ഞാൻ അതിൽ ഒരു വിജയനെയും എമി ജാക്സനൊക്കെ ഒരു അറാസ്റ്റ് ചെയ്യണ ഒരു സീക്വൻസാണ്. അപ്പോൾ ആ സീക്വൻസിൽ വിജയുടെ കുട്ടി ഇങ്ങനെ പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് പള്ളിയുടെ അങ്കണത്തിൽ മുറ്റത്തിൽ വെച്ച്. അപ്പോൾ ആ പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ഞാൻ ആ പോപ്കോൺ മേടിച്ചിട്ട് പോകണേ. എൻ്റെ കൂടെ കുറേ ഗുണ്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വിജയ് കുട്ടീനെ പറഞ്ഞു പഠിപ്പിച്ചെങ്ങനെ നമ്മളെ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ സോറി പറയണം എന്നുള്ള രീതിയിലാണ് ആ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റാണത്. അപ്പം ഞാൻ മര്യാദ ഇല്ലാതെ തന്നെ പിന്നെ പറഞ്ഞത്. ആ കുട്ടി എന്നോട് സോറി പറയാൻ പറയുന്ന സീനാണ്. എടാ തടി അവിടെ നിൽക്ക്, നീ സോറി പറഞ്ഞിട്ട് പോടാന്ന് പറയും. ആ ഡയലോഗ് കുട്ടി എൻ്റെ ഫേസ് ചെയ്തിട്ട് നോക്കി ക്ലോസപ്പ് വരാൻ നേരത്തെ കരയും. എൻ്റെ ഫേസ് കാണാൻ നേരത്തെ കുട്ടിക്ക് പേടി വന്നി. അത് ശരിക്കും പടം കഴിയാൻ നേരത്തെ മേക്കിംഗ് വീഡിയോയിലും കാണിക്കുന്നുണ്ട് ആ സീൻ. അപ്പോൾ അത് ഇനി ഒരു സൊല്യൂഷൻ കണ്ടെത്തിയെന്ന് പറഞ്ഞെങ്കിൽ ആറ്റ്ലി സാർ തന്നെ കുട്ടികളുടെ ഒരു മൂഡാണ് സിനിമ. അവരുടെ ചെറിയ കുട്ടികളാണല്ലോ, അവരുടെ മൂഡ് അനുസരിച്ചാണ് ആ പടത്തിൽ ഷൂട്ട് ചെയ്യാൻ വീട്ടിൽ വെച്ചത്. അപ്പോൾ ആ കുട്ടിക്ക് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിളിൽ കറങ്ങുന്ന ഇഷ്ടമാണ് ഒരാൾ, പിന്നെ ബൈക്കിൽ കറങ്ങുന്ന ഇഷ്ടമാണ്. അങ്ങനെ ബൈക്കിൽ ആറ്റ്ലി സാർ 2 റൗണ്ടൊക്കെ ഓടിച്ച്. അപ്പോൾ വിജയ് സാർ എന്നോട് പറഞ്ഞ് ആ കുട്ടീൻ്റെ അടുത്ത് പോയി പറ വെച്ചേക്കണ താടിയാണ്, മേക്കപ്പാൻ വെച്ചെന്നൊക്കെ മീശയൊക്കെ ഒട്ടിച്ച് വെച്ചാൽ എന്നിട്ട് ഞാൻ എനിക്ക് എന്നാവുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ കമ്പനി ആവശ്യം ഇത് വെപ്പ് താടിയാണ്, മീശയൊക്കെ ഒട്ടിച്ച് വെച്ചേക്കണേണ്, സാധാരണ ഒരാളാണ്. അപ്പോൾ ഒരു ഞങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്ന് അതിന് ശേഷം ഉച്ചേൻ്റെ ഭാഗം നന്നായിട്ട് ഷൂട്ട് ചെയ്തു. പിന്നെ അടിപൊളിയായിരുന്നു. കുട്ടി നന്നായിട്ട് ആക്ട്രസ്സാണ്, നന്നായിട്ട് അഭിനയിക്കും കുട്ടി. തെരി എന്ന ചിത്രം പ്രേക്ഷകർ സ്വീകരിച്ചു. അപ്പോൾ തന്നെ ബാസ്റ്റിൻ എന്ന മലയാളി നടനെയും തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഒരുപാട് ലോകമെമ്പാട് നിന്നും കോൾ വരുന്നുണ്ട്. മലയാളിയാണെങ്കിൽ തമിഴന്മാർ എന്നെ അറിയാൻ പറ്റാത്ത ആൾക്കാർ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഭയങ്കര ഒരു ഇതായിട്ടാണ് എന്നെ കാണുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ പടത്തിലെ മെയിൻ സംഭവമൊന്നുമല്ല. ഞാൻ പ്രേം എന്ന് പറഞ്ഞ ക്യാരക്ടർ 3 സീനുകളുള്ളൂ പടത്തിൽ. 3 സീനുള്ളത് ഞാൻ സിനിമ ഇതുവരെ ജീവിതത്തിൽ ചെയ്തതിൽ ഏറ്റവും നല്ല പെർഫോം ചെയ്ത സീനാണ്.
അത് ഈ വിജയുടെ പടത്തിൽ സീനുകളിലല്ല, പടത്തിൽ വരിക എന്നതാണ് പ്രധാനമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അല്ല, ബാസിൻ്റെ ജീവിതത്തിൽ തന്നെ സിനിമ താല്പര്യമാണെങ്കിൽ തന്നെ ഉപജീവന മാർഗമായി തിരഞ്ഞെടുത്ത മേഖല വേറെയായിരുന്നു അല്ലേ? അതെ 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 അതെ. അതിൽ നിന്നും സിനിമയിലേക്ക് എത്തിപ്പെട്ടു. ഞാനിപ്പോഴും എൻ്റെ തൊഴിൽ ശരിക്കും ഞാൻ ടൈൽസിൻ്റെ വർക്കറാണ്. സിനിമ ഇല്ലാത്തപ്പോൾ ഞാൻ ടൈൽസിൻ്റെ വർക്കിന് പോകും. ശരിക്കും സിനിമ എന്നെപ്പോലത്തെ ക്യാരക്ടേഴ്സ്, ഞാനൊക്കെ വലിയ ആർട്ടിസ്റ്റ് ആയിട്ടില്ല. അതുകൊണ്ടെങ്കിൽ ഞാനൊക്കെ ഒരു ചെറിയ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എപ്പോഴും എനിക്ക് ഷൂട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഗുണ്ട അല്ലെങ്കിൽ വില്ലനൊക്കെ ആവശ്യമുള്ളപ്പോൾ എന്നെ വിളിക്കുന്നത്. അപ്പം അത്ര ഒരു മാസത്തിൽ ചിലപ്പോൾ 5 ദിവസം 6 ദിവസമൊക്കെ വർക്കുണ്ട്. ബാക്കിയുള്ള ദിവസം ഞാൻ ഫ്രീ ആണ്. ശരിക്കും ഞാൻ എൻ്റെ വീട്ടിലും സാമ്പത്തിക പ്രശ്നമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ പഠിച്ച തൊഴിൽ ടൈൽസിൻ്റെ പണിയാണ്. അതില്ലാത്തപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ടൈൽസിൻ്റെ പണിയാണ്. ഇപ്പോൾ തെറി ഇറങ്ങിയതിന് ശേഷം പണിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഈ അടുത്ത ദിവസം വർക്കിന് പോയപ്പോൾ അവിടെ സെൽഫി എടുക്കാനും മറ്റുള്ള ആൾക്കാരും പണി നടക്കില്ല. ഒരുപാട് ആൾക്കാരൊന്നും നോക്കിക്കൊണ്ടിരിക്കുക. വേറെ പറഞ്ഞു വെച്ചാൽ ഈ ചേട്ടൻ തന്നെയാണ് പടത്തിലുള്ളത്. അങ്ങനെയൊക്കെ സംസാരം വന്നെ. അതല്ല, നമ്മൾ പഠിച്ച തൊഴിൽ ഇനിയും സിനിമകൾ ഒരുപാടുണ്ടെങ്കിൽ സിനിമ തന്നെയാണ്. വരുമാനം കൂടുതൽ സിനിമയിലാണ്. ഇനി എന്താണ് തെരിക്ക് ശേഷമുള്ള മലയാളം പ്രൊജക്ട്സ് ചെയ്യാൻ പോകുന്നത്? തമിഴാണ് ഇപ്പോൾ പറഞ്ഞ വലിയ പ്രൊജക്ട്. തമിഴ് കാഞ്ചനയുടെ ഡയറക്ടർ ലോറൻസ് സാറിൻ്റെ കാലഭൈരവ എന്ന് പറഞ്ഞ പടം. 2 മാസം കഴിഞ്ഞിട്ട് ഡിലേ ഉണ്ട്. മലയാളത്തിൽ ഇപ്പോൾ ഒരു പടം ചെയ്ത് തന്നെ ലോറൻസ് സാറിൻ്റെ അരുൺ സാറിൻ്റെ കോലുമുട്ടായി എന്ന് പറഞ്ഞ പടം, കുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തു. പിന്നെ നന്ദകുമാർ സാറിൻ്റെ ഞാൻ അക്ന. ഇപ്പം ചെയ്യാൻ പോണത് തമിഴ് പടമാണ്. അതിലൊരു മെയിൻ ക്യാരക്ടറാണ് ചെന്നൈ തിരുടർ എന്ന് പറഞ്ഞൊരു പടം. അതിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് പാപ്പയുടെ സ്വന്തം അപ്പൂസില ബാദുഷിയാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് കമ്മിറ്റ് ആയിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പടങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ശിവപ്രസാദ് എന്നാണ് പുള്ളിയുടെ പേര്. ആ പുള്ളി ഇപ്പോൾ ഒരു വലിയ 2 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റിൽ എൻ്റെ ഒരു ക്യാരക്ടർ ത്രൂട്ടുള്ളൊരു ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടുണ്ട്. അത് വിളിച്ച് പറഞ്ഞ്. പിന്നെ മാർത്താണ്ഡൻ ചേട്ടൻ എന്നെ ശരിക്കും യൂസ് ചെയ്തേക്കണത് ചെറിയ ഗുണ്ടയായിട്ടാണെങ്കിൽ ചെറിയ ഡയലോഗും എല്ലാം തന്നേക്കണം. മാർത്താണ്ഡൻ ഇവിടെ പവാടയിലൊക്കെ ചെയ്ത പുള്ളിയാണ് എന്നെ സിനിമയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കണം. അപ്പോൾ മാർത്താണ്ഡൻ ചേട്ടൻ്റെ അടുത്ത പടത്തിലുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സാണ് പണ്ട് തുടങ്ങി. അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നപ്പോൾ തന്നെ സാറിൻ്റെ പടത്തിലൊക്കെ അഭിനയിക്കുക പറഞ്ഞു. ഇപ്പോഴും ഓരോ പൊസിഷൻ മാറ്റി മാറ്റി തരുന്നുണ്ട് പുള്ളി. ആദ്യം ഡയലോഗ് തന്നില്ല, പിന്നെ വന്നപ്പോൾ ക്യാരക്ടർ വരാൻ തുടങ്ങി. ചെറിയ ഡയലോഗ് വന്നതിന് ശേഷം ക്യാരക്ടർ വരാൻ വേണ്ടി ഇനി അതിൽ മേലിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സാറ് തരാതിരിക്കല. ഏതായാലും ബാസിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. തമിഴ്നാട്ടിലും ഒപ്പം തന്നെ മലയാളികളും സ്വീകരിച്ച തെരി. അതിനുശേഷം വിഭിന്നമായ ചിത്രങ്ങൾ ബാസിനെ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ സിനിമയിൽ വന്നതിനും പങ്കുകൊണ്ടതിനും വളരെ നന്ദിയുണ്ട്. ക്യാരക്ടർ ഇനി ഒട്ടനവധി വേഷങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മലയാള സിനിമയിലും തമിഴ് ചിത്രങ്ങളിലും പ്രേക്ഷകരോട് എന്താണ് ചിത്രത്തെക്കുറിച്ചും ബാസിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും കേരള വിഷൻ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തെറി പ്രേം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വളർന്നു വരുന്ന എല്ലാ കലാകാരന്മാരെയും നിങ്ങൾ പ്രോത്സാഹിക്കണ പോലെ എന്നെയും പ്രോത്സാഹിപ്പിക്കണം. ഇനി വരുന്ന എല്ലാ ചിത്രങ്ങളിലും ഇപ്പോൾ പ്രോത്സാഹിപ്പിച്ചതുപോലെ ഇനിയും നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം. പ്രേക്ഷകർക്ക് നന്ദി. മലയാളത്തിലും തമിഴിലുമൊക്കെയായി റിലീസ് ചെയ്യുന്ന പുതിയ ചിത്രങ്ങളിലെ വാർത്തകളും വിശേഷങ്ങളുമായി എത്തിയ ഇന്നത്തെ സിനിമയുടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയ ചിത്രങ്ങളിലെ അതിഥികളും ആ ചിത്രങ്ങളിലെ അതിഥികളുമായുള്ള സല്ലാപവുമായി ഇന്നത്തെ സിനിമയിലൂടെ കാണും വരെ നന്ദി, നമസ്കാരം.